guys, welcome back to Beat Talks. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് നോ റിയാക്ഷൻ ചലഞ്ച്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നോ റിയാക്ഷൻ ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജക്ടമേം എന്താണെന്നറിയാമോ നോ റിയാക്ഷൻ ചലഞ്ച്? ഇയാളുടെ ക്യൂട്ട്നെസ് ആണെങ്കിൽ അല്ല പറഞ്ഞത്. നോ റിയാക്ഷൻ ചലഞ്ച് എന്താണെന്നറിയാമോ? എന്താ റിയാക്ഷൻ ഇടാൻ പാടില്ല. അതിന് ബാക്കി കാര്യങ്ങൾ അറിയാം. നല്ല അടിപൊളി ഫണ്ണി വീഡിയോസ് പ്ലേ ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിന്. അല്ല, നോ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി. വീഡിയോ നമ്മുടെ ഓഡിയൻസ് ഇംഗ്ലീഷ് ഡാൻസ് കളിക്കുമായിരിക്കും. അതാണെങ്കിലോ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയട്ടെ. ശരി, ഇയാൾ പറഞ്ഞു ചുമ്മാ അറിയില്ലെന്ന് അറിയണ്ടേ. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെയാണ് കുറച്ച് ഫണ്ണി വീഡിയോസ് എല്ലാം ക്രൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളെ കാണിക്കും. അപ്പൊ നമ്മൾ ചിരിക്കാതിരിക്കുവാണെങ്കിൽ നമുക്ക് പോയിന്റ് കിട്ടും. ചിരിക്കാതിരിക്കാൻ പറ്റുമോ? വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീഡിയോയിലേക്ക് എടുക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ഗൈസ്. വി ആർ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എല്ലാം എനേബിൾ ചെയ്തിട്ടേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലെങ്കിൽ എന്ത് വക്രിക്ക് വയ്യാന്ന് പറഞ്ഞ നമ്മളെ തലയിലാവും. വക്രി നിർത്തി പോയതല്ല, വക്രിക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, ഇന്റർനാഷണൽ ട്രിപ്പ് ഗോവയിലേക്ക്. അപ്പൊ അതിന് പോയിട്ട് വന്നപ്പോ ആശാന് ഒഴിച്ചിലും പീച്ചിലും മാത്രമാണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഇല്ലാത്തത്. എന്തായാലും ഒരു ഉറവിടം ഇവിടുന്ന് കേട്ടോ, ഉറവിടം എനിക്കറിയത്തില്ല. എന്താ അറിയത്തില്ല. അത് ഇവിടെ എല്ലാവർക്കും തന്നു, എനിക്ക് അറിയാൻ തന്നു. ചെറിയ വാസ്കോ തന്നെ. ശരിയാ, ആള് നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും അസുഖം കൊണ്ടുവരും, ഇവിടെ എല്ലാവർക്കും പരത്തും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്ലേ ചെയ്തോ. ഫിലിപ്പിന്റെ റിയാക്ഷൻ എന്നാ പറഞ്ഞത്? അയ്യോ, റിയാക്ഷൻ ചെയ്തില്ലല്ലോ. റിയാക്ട് ചെയ്ത് ബ്രോ. ഞാൻ പറ്റേ ചുണ്ട് പല്ല് കാണിക്കുന്നില്ലല്ലോ, ഫേസിൽ ചിരി വന്നില്ല. പിന്നെ അയ്യോ, ഒരു കാര്യം പറയട്ടെ, അതവിടെ ക്യാമറ തെളിവുണ്ട്. പല്ല് കാണിക്കാണ്ടിരിക്കുന്നതല്ല, സ്മൈൽ ചെയ്യാൻ പാടില്ല. നമ്മൾ ബ്രോ നോ റിയാക്ഷൻ എന്ന് വെച്ചാൽ പല്ല് കാണിക്കുന്നതിന്റെ അല്ല, നമ്മുടെ ഫേസിൽ ഒരു എക്സ്പ്രഷൻ വരാൻ പാടില്ല. ബ്രോ ചിരിയുടെ എക്സ്പ്രഷൻ വന്നായിരുന്നു ബ്രോയുടെ ഫേസില്. ഇങ്ങനെ ഇരിക്കണം അല്ലേ? ഇയാളും ചിരിച്ചാ സത്യസന്ധനായ ക്രൂ ആണ് കേട്ടോ. സോ ഗൈസ്, അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലേക്ക് വാ. ഞാനൊരു ബുക്കലിട്ടു, കാലത്തിന്റെ അമ്മയും ബുക്കലിട്ടു, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ടും ബുക്കലിട്ടു. എന്തിനടി പെണ്ണെ തല കരയണത്, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ടും ബുക്കലിട്ടു. ബ്രോ ഇല്ലല്ലോ, ആർക്കും ഇല്ലല്ലോ. സെക്കൻഡ് റൗണ്ട് എനിക്ക് ചെറുതായിട്ടൊരു ചിരി വന്നിട്ടുണ്ട്, പക്ഷെ വലിയ അതൊക്കെ കൂട്ടണം. കുറക്കാൻ പറ്റില്ലല്ലോ. 2, 1, 1. നെക്സ്റ്റ് വൺ. Proof that Mohanlal is Jesus. നിങ്ങൾക്ക് എനിക്ക് ഞാൻ ക്രിസ്ത്യനെ കാരണം എനിക്ക് വർക്കൗട്ട് ചെയ്തത് അങ്ങനെയുണ്ട്. ജാതിയൊന്നും പറയില്ല. ഇവിടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ഞാൻ മറ്റേളാ മനുഷ്യന്മാരാണ്. ഞാൻ മനുഷ്യന്മാരാണ്. അതാണ് ഗണത്തിലുള്ള ആളാണ്. നെക്സ്റ്റ് വൺ. അല്ല, എന്താ പുറത്ത് തട്ടുന്ന ഒരു സാധനം? ജട്ടി ഒന്നും ഉണങ്ങുന്നില്ലെന്നേ. ഓ, ആശീർവാദമായ സാഹചര്യം കളിക്കണം കേട്ടോ. ഇവിടെ നിന്നൊരു സൗണ്ട് ശരിയാണല്ലേ. അപ്പൊ പിന്നെ എനിക്ക് തൊണ്ടയിൽ അതെ റിലേറ്റബിൾ ആയ കാരണം വർക്കൗട്ട് നോ സൗണ്ട്സ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ. നമ്മൾ രണ്ടുപേരും പഴക്കാട് കടന്നു വന്നു. ഇനി അടുത്ത് നമ്മൾ എവിടെ പോകുന്നു? കുറ്റിക്കാട്, കാട്, ഡോരയുടെ വീട്,
കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ ചുവന്ന കുറ്റിക്കാട്ടിൽ കടന്നു വന്നു, പിന്നെ പഴക്കാട്ടിനെയും കടന്നു വന്നു. അടുത്ത് നമ്മൾ പോവാൻ പോകുന്ന സ്ഥലം നമ്മുടെ ഡോറയുടെ വീട്. മാറിയാ ഇത് പറയാ കള്ളിപ്പൂച്ച. സോ ഗൈസ്, അപ്പോൾ പോയിന്റ് സിസ്റ്റം നമുക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എഴുതി വെക്കാന്ന് വിചാരിച്ചു. എനിക്ക് 1 പോയിന്റ്, ഡൊമിനട്രക്സിന് 4 പോയിന്റ് ആൻഡ് ജക്ടർമേമിക്ക് 3 പോയിന്റ്. ഗൈസ്, നെക്സ്റ്റ് വീഡിയോ. പകല് മുഴുവനും ചിരിച്ചു കളിച്ച് അവനും എല്ലാത്തിന്റെ കൂടെ കാണും. പക്ഷെ ഇരുട്ട് തുടങ്ങിയ അവ പിന്നൊറ്റയ്ക്ക്. എന്തിനാ ചിരിക്കണേ? ഞാൻ പിടിച്ചില്ലല്ലോ. ഇതൊക്കെ കണക്ഷൻ പറഞ്ഞിട്ടല്ലേ? അടുത്ത വീഡിയോ. നമ്മുടെ ദീപം കുടുംബശ്രീയിലെ അംഗമായ പിന്നെ സുശീല അവറുകളുടെ കുടവടി മത്സരമാണ്, കുടമുകുത്ത് മത്സരം ആണ് ഇനി നടക്കാൻ പോകുന്നത്. കുടാവുതടി കുടാമുതടി കുടത്തി പെണ്ണേ, കുടത്തിന്റെ വില പറയടി കുടത്തി പെണ്ണേ. കുടാവുതടി കുടാമുതടി കുടത്തി പെണ്ണേ, കുടത്തിന്റെ വില പറയടി കുടത്തി പെണ്ണേ. കുടാമുതടി കുടാമുതടി കുടത്തി പെണ്ണേ. എന്താണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, സാരി ചുറ്റി ഒരു കുടം പിടിച്ചാൽ കറക്റ്റ്. ഒരാഴ്ച മുമ്പത്തെ ആ താടി വെടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, സെറ്റ് ആയിരുന്നു. സോ ഗൈസ്, അപ്പൊ ഈ റൗണ്ടില് എല്ലാരും ചിരിച്ചല്ലേ? തിരിച്ച്. സോ അപ്പോ ആർക്കും പോയിന്റ് ഇല്ല. ചന്ദന കൂടെ ചക്കര കൂടെ ചന്ദനം തെച്ചിടുന്നു, ചന്ദന കൂടെ ചക്കര കൂടെ ചന്ദനം തെച്ചിടുന്നു, ക്ഷത്രിയരുടെ ചന്ദനല്ല ചന്ദനം തെച്ചിടുന്നു. പിടിച്ച് 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 വയ്യാണ്ടായി, പിടിച്ച് 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 വയ്യാണ്ടായി. നിനക്ക് എന്താടാ രണ്ട് മുതലുകൾ തമ്മിലേക്ക് കളിക്കണേന്? ബ്രോ ഡയലോഗ് ഒന്നും കേൾക്കുന്നില്ല. ബ്രോ വേറെ എന്തെങ്കിലും? ഞാൻ ആ ഡാൻസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഡാൻസ് അല്ല, ഇപ്പൊ ഫുള്ള് ഇവന്റെ റീൽസ് ആണ് ഫീഡില്. അത് ബ്രോ ഇതൊന്നും കാണാത്തോണ്ട് ബ്രോയ്ക്ക് കണക്ട് ആവുന്നില്ല. നെക്സ്റ്റ് വൺ. ഒരുത്തരും തരില്ല, ഒറ്റൊരുത്തരും തരില്ല. എന്റെ അണ്ടി ഒരുത്തനും തരൂല ചേട്ടാ. ആയി മക്കളെ, എനിക്കും കിട്ടി സൂപ്പർമാന്റെ ചെട്ടി. സീബ്രയുടെ പ്രായമാണോ ഇത്? അല്ലടാ, നിന്റെ അമ്മൂമ്മയുടെ റൗക്ക. ലൈൻ കട്ട് ലൈൻ കട്ട്. എടാ, ചക്കക്കുരു തിന്ന് കുശിവിട്ട് ആർക്കും പറക്കാം. എന്താ കണ്ടോ ഈ സുനിക്കുന്നു, എന്റെ ചക്കക്കുരു ഉടഞ്ഞു. തുറന്നു വിടറേ, അവളുടെ അപ്പന്റെ ഒരു പരിപ്പോര് തൂറാമുട്ടിയിട്ട് പാടില്ല കുശിക്കൊക്കെ. കമോൺ, എന്താ മിഷേ കണ്ണു പോലെയല്ലേ പരിപ്പ് പൊട്ടുന്നത്? ശശിയിട്ടതാ ഇപ്പൊ കേട്ടോ. മാളത്തിൽ മുള്ളുന്ന ചങ്ങാതി ഞാൻ മുള്ളിയിട്ട് വന്നാൽ കില്ലാടി. എന്താട്ടാ? നമസ്കാരം. ഭൂമി 4.5 ബില്യൺ ഇയേഴ്സ് പഴക്കമുള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ഇപ്പോ വർഷം 2025 ആകും? 4.5 ബില്യൺ അല്ലേ വേണ്ടത്? അതുപോലെ തന്നെ 15 കൊല്ലത്തിനുള്ളിൽ പറക്കുന്ന കാറുകൾ വരുമെന്ന് കേട്ടു. എന്റെ ചോദ്യം ഇതാണ്, അത് എന്തുകൊണ്ടാണ് ഇപ്പൊ കണ്ടുപിടിക്കാത്തത്? എന്തിന് 15 കൊല്ലം വെയിറ്റ് ചെയ്യണം? ചേട്ടാ, ഈ വീഡിയോ ലൈക്ക് ഇട്ടായിരുന്നു. സോറി ചേട്ടാ, ഈ വീഡിയോ ലൈക്ക് ഇടാത്തവർ ഇങ്ങനെ തട്ടണം എന്ന് പറഞ്ഞു. ശരിയാണല്ലേ? മറ്റേ ഇപ്പൊ 2025 2000 കൊല്ലം അല്ലല്ലോ ആയിട്ടുള്ളത്. ചിലപ്പോ മണ്ടന്മാരാണ് അങ്ങനെ വീക്ഷിക്കണത്. ശരിക്കും ഇത് ആഫ്റ്റർ ഇത് ബിഫോർ ക്രൈസ്റ്റ്, പിന്നെ ആഫ്റ്റർ ഡെത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ആഫ്റ്റർ ഡെത്താ, ബിഫോർ ക്രൈസ്റ്റ് ആണ് BC എന്ന് പറഞ്ഞ ആഫ്റ്റർ ഡെത്ത്, ജീസസിന്റെ ഡെത്തിന് ശേഷമാണ്. AD 2025 വർഷം കഴിഞ്ഞു. ഭയങ്കര ജ്ഞാനമാണല്ലോ ഇതിനകത്തൊക്കെ. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനം, അത് കഴിഞ്ഞാൽ കുക്കുട, പിന്നെ മയൂര, എല്ലാം കഴിഞ്ഞാൽ ശവാസനം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. മറ്റേതാണ്ട് മറ്റേ എന്തിനായിരുന്നു? ഇല്ല ഇല്ല എനിക്ക് ഇല്ല ഇല്ല. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ. ഈശ്വര, രാവിലെ തന്നെ നേരം വിളിക്കോളൂ. സന്തോഷം നിറഞ്ഞ പ്രഭാതത്തിൽ സ്നേഹം നിറഞ്ഞ ശുഭദിനം. എല്ലാ വാട്സപ്പിൽ ഇട്ടേക്കാ ഇപ്പൊ തന്നെ.
ആരും നോക്കുന്നില്ല, പയ്യെ ഒരെണ്ണാഞ്ഞെടുക്ക. എന്താടാ നീ മോട്ടയാണ്, നീ കൈ മാറ്റിയേ? നീ എന്തിനും തന്റെ അടുത്ത് കൈയൊക്കെ വെക്കുന്നേ? കയ്യറ ചള്ളിച്ചക്ക നിന്ന് കയ്യറ. വേണ്ടാത്ത നീ സുഖേ പടിയില്ലോടാണ്ട്. പോണം പോണം പോണം. ഇങ്ങനെ മാറ്റി പോവും ആഞ്ജനേയ സ്വാമി. ഇഷ്ടപ്പെട്ട ഫോളോ നാട്ടാ. ബ്രോ ആദ്യമേ ചിരിച്ചു, ഞാൻ കേട്ടായിരുന്നു. ഞാൻ ചിരിച്ചിട്ടില്ല ബ്രോ ഫസ്റ്റ് ചിരിച്ചില് ശരിയാണല്ലേ? അല്ല ബ്രോ ആദ്യമേ ചിരിച്ചു, ഞാനത് കേട്ടതാ. എന്തിനാണ് ഇതൊക്കെ? പൂച്ച സാറുകളൊക്കെ സീനാട്ടാ. കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എന്നെ അറിഞ്ഞൂടാ കേട്ടാ. സാറേ, ശ്രീമൂല ഹോട്ടലിൽ കൊഞ്ചു പറക്കുന്ന മണം. രണ്ടുകൂടെ ഒന്നിച്ചല്ലോ. വെള്ളം പോലും ഒഴിക്കട്ടെ. വെള്ളം പോലും ഒഴിക്കണ്ട. പിന്നെ നീ ആ സ്കെച്ച് പേനായിട്ട് നടുക്കൊരു വരയിടും. ഇല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത് എന്താണെന്ന് അറിയാം. സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും. പോവാ നിനക്ക് അങ്ങനെ മനസ്സിലായി? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അവിടെ കാരണം എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് റീല്, പക്ഷെ ഈ ഡയലോഗുള്ള ഞാൻ കണ്ടിട്ടില്ല. പൊട്ടൻ പറഞ്ഞ ലോക പൊട്ടൻ. മര്യാദക്കിരുന്ന എന്നെ ഒരു പൂച്ച കടിച്ചുകൊണ്ട് പോയപ്പോൾ അതിനെ പിന്നാലെ പോയി പൂച്ചക്കെറിയാതെ എനിക്കെറിഞ്ഞ എന്റെ മുതലാളി ഉണ്ടല്ലോ. ഇണ്ടമില്ലാത്ത എന്റെ മുതലാളി എറിഞ്ഞു കൊന്നത് എന്നെ. അതാരോട് പറയും ഞാൻ? എനിക്ക് മനസ്സിലായി, പൂച്ചക്ക് തപ്പല്ലേ? അവനാ പൂച്ചക്കിട്ടാണ് എറിഞ്ഞത്. കൊണ്ടും പാവം. അത് ഇറങ്ങുമ്പോ എല്ലാണോ റിയാക്ഷൻ ഇട്ടുണ്ട്. അതെനിക്കിവിടെ ഫീലായി. അതാ നെക്സ്റ്റ് അത് സീനായിരുന്നു. പിന്നെ അത് ഇടാനൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് വൺ. എന്തുണ്ടായേ? റിയാക്ഷൻ ഇടാൻ പാടില്ല, നീ ഏന്ന് വെച്ചില്ലേ? ഞാൻ എന്താണ്ടായെന്ന് വെച്ചോ പടപ്പാ. എന്തോ സയന്റിഫിക് ആയിട്ട് അവിടെ എന്തായി, പക്ഷെ എനിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ബ്രോ റിയാക്ഷൻ ഇട്ടായിരുന്നു. ബ്രോ റിയാക്ഷൻ ഇട്ടായിരുന്നു. ബ്രോ റിയാക്ഷൻ ഇട്ട് ഏന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊരു സംഭവം എനിക്ക് മനസ്സിലായി. റിയാക്ഷൻ ഫേസ് മാറാൻ പാടില്ല. ഫേസ് നോ റിയാക്ഷൻ പോലും പാടില്ല. ഉച്ചിക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പം മിന്നാടി. കുത്തിച്ചൂരമാന്ത് കുതിരക്കുട്ടനെ പോലെ ഉച്ചിക്കെട്ടി പാറോതി, കുതിക്കട്ടെ തീരക്കുത്തിൽ കരുത്തൻ ചുണ്ടൻ. 12 അപ്പം ചുട്ടോടി, ഞാൻ ചുടുമ്പം മിന്നാടി. ഞാൻ ചിരിച്ചില്ലല്ലോ. മുതലാളിയുടെ ഒരു കാര്യം കേട്ടതില്ലേ? ഡോണ്ട് ടച്ച് മൈ ടാലല്ല. நான் கேட்டது രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല. കരുത്ത ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. இந்த ஃபீல்ல நான் பாட்டு கேட்டேன், ஆனா அவர் எனக்கு கொடுத்தது ചന്ദനക്കുടം ചക്കരക്കുടം ചന്ദനം തെച്ചിടുന്നു. ചന്ദനക്കുടം ചക്കരക്കുടം ചന്ദനം തെച്ചിടുന്നു. ക്ഷത്രിയരല്ല ഷണ്ടനല്ല ചന്ദനം തെച്ചിടുന്നു.
പിടിച്ച് 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 വയ്യാണ്ടായി പിടിച്ച് 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 വയ്യാണ്ടായി. നെക്സ്റ്റ് എന്താ പറയാ ചിരിച്ചേ? ഞാൻ ചിരിച്ചാ ഞാൻ അടുത്ത് കാണിക്ക്. മലയാളത്തിൽ ഷാജോണിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള നായകൻ കരടി. അടുത്ത ജന്മത്തിൽ ഒരു മൃഗമായാൽ ഏത് മൃഗമാകും? കുറഞ്ഞൻ. 2 ജന്മത്തിലും അതാകുമ്പോ അയ്യോ അയ്യോ അത് വീഡിയോ മാളത്തിലെ കിട്ടിയത്. ശരിക്കും ഇവരാണ് തുടക്കിട്ടതെന്ന് മറ്റേ ഊക്കല് ബഡായ ബംഗ്ലാവിലൊക്കെ. ഈശ്വരാ ശുഭം മലയാളി ഇതാരാ പൊട്ടിച്ചെന്ന് വെച്ചാൽ അവനെ നമുക്ക് ഉറപ്പാട്ടും പിടിക്കണം. ഷിൻഡോന്നൊരു മര്യാദയിൽ ഇവന്മാർക്കും ഉറപ്പാട്ടും പിടിക്കണം മലയാളി. ജോലിയൊന്നും ആയിട്ടേ മോനെ പോകാടുപ്പി പോഴെടുക്ക എടാ ശശി സുഖറായിട്ട് എപ്പോഴാ എടാ ഈ വീട്ടിലെ മുതിർന്നോ ഞാനാ. എന്റെ പാലെടുത്ത് കുടിക്കാൻ ആരോടാ? എടാ നിന്നെ ഞാൻ ഇനി കഴിഞ്ഞ ചേച്ചിയുടെ ഉടക്കിയുണ്ടെന്ന് ചോറില്ലെന്ന് തോന്നുന്നു. മൈൻഡ് ചെയ്തില്ലല്ലോ. 10 1 2 3 4 5 6 7 8 കുഴഞ്ഞല്ലേ. ഇഷ്ടപ്പെട്ട ഫോളേണം കേട്ടാ. ഇഷ്ടപ്പെട്ട ഫോളേണം കേട്ടാ. എന്താ അഭിനയിക്കുന്നത്? റിയാക്ഷൻ തരുന്നില്ല. I'm sure there's going to be more than one unpleasant surprise before we're done. അന്നല്ലേ ആ പിടിക്കാതെ പോയില്ലേ അവനെ ഞാൻ എസ്കേപ്പ് ആയില്ലേ. അതിന്റെ വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റും. എടാ നീയൊക്കെ ധാരാവി ധാരാവിന്ന് കേട്ടോണ്ടാ തുടങ്ങാൻ അങ്ങോട്ടെങ്ങാനും ആ വെള്ളത്തിൽ മുക്കി തുടരാ. വെള്ളത്തിന് ഇക്കിളിയൊന്നും ആവൂല. ഇത്തിരി വെള്ളം അഴിച്ച് അങ്ങോട്ട് തുടക്കടാ മണ്ട. തള്ള ഇതെന്തൊരു സഹ്യപർവ്വതോ? പിന്നൊരു ഓഫീസ് ആവുമ്പോ അതിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഞാൻ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. വെൽക്കം ടു പൂച്ചപ്പൻസ് മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് പിന്നിലേക്ക് വലിക്കാൻ ഒരുപാട് ശക്തികളും. ഇതെന്താ സാധനം? അയ്യോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് പിന്നിലേക്ക് വലിക്കാൻ ഒരുപാട് ശക്തികൾ ഉണ്ടാകും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണം. പക്ഷേ നമ്മൾ മുന്നോട്ട് പോയിട്ടും മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ വഴി തെറ്റിയെന്ന് മനസ്സിലാക്കി പിന്നോട്ട് പോയി ശരിയായ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് പൂച്ചപ്പന്റെ മോട്ടിവേഷൻ? ഇഷ്ടപ്പെട്ടോ? മത്തങ്ങ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഡബിൾ ചിഹ്നാണുള്ളത്. അല്ലാതെ മറ്റേ അങ്ങനല്ല അങ്ങനെയല്ല ഇങ്ങനെ ഞാൻ പിടിച്ചരാം. എങ്ങനെ പിടിച്ചാലേ കിട്ടും. എന്നാലും കാര്യമില്ല. മറ്റേ സർജറി ആണോ? എന്താ കടേട്ടാ തലയിൽ എന്താ കൊലയാണോ? തലയിൽ മാത്രമല്ലടാ. ഒന്നും ചോദിക്കണ്ടായിരുന്നു. കൊമ്പനെ ആലോചിക്കാതാ പിന്നെ വീഡിയോ ആലോചിക്കാറുണ്ടല്ലേ? Oh my god, a dinosaur's been walking on my car.
Just kidding, it's me. ശില്പ ഇതാടോ ചിരിച്ച് ചിരിച്ച് ഞാൻ ചിരിച്ചില്ല. Sound ഉണ്ടാക്കി. ശബ്ദം വന്നാ അത് പിന്നെ എന്താ ചിരിച്ചതന്നെയല്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കണ്ടു കാണുമെന്തോ ശിവനെ. എനിക്കൊരു പോയിന്റ് കിട്ടും. പിന്നെ ഒരു ചെക്കനെ മൂക്കിന്റെ ഉള്ളിൽ സാധനം കയറിയിട്ടാണല്ലോ ചിരിക്കാൻ നിൽക്കണത്. പിന്നല്ല ഞാൻ കരയണ. എന്താണോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നോണ്ടാ സാർ. അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. ഒന്ന് എടുക്കോ? പിന്നെന്താ? എന്നെയല്ല മുത്തശ്ശനെ. ഇതിനൊക്കെ ചത്തിട്ടെടുത്താ പോരെ. നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിണ്ടായാൽ ഒരു വലിയ ശബ്ദം കേൾക്കും. ആ പോയത് മനുഷ്യബോംബാണോ? അവൾ അറിഞ്ഞാണ് ഇട്ടിട്ടുണ്ട്. അത് ഈ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചോ? ഏയ്, നമ്മൾ താഴെയല്ലേ കിടക്കുന്നത്, മേലോട്ട് നോക്കിയാ പോരെ. ഞാൻ കണ്ടു. ബോംബ് ഈ മുറിയിലാന്ന് തോന്നുന്നു. ശബ്ദം കേട്ടില്ലേ? ബോംബ് ഈ മുറിയിലാണെന്ന് ഉറപ്പാണോ? എങ്കിൽ നമുക്ക് വേറെ മുറിയിലേക്ക് പോവാം. ആരാ? എവിടുന്നാ? ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ചേട്ടാ, ഒരു മിനിറ്റ് കണ്ണട തരും. എനിക്ക് കണ്ണ് കണ്ടുകൂടോ. പിന്നെ എന്തിനാ ഇത് വെച്ചേക്കണേ? എന്നെ ഇറക്കി വിടണ്ടോ? എനിക്കിത് ടെസ്റ്റ് ഉള്ളതാ. നീ ആര്? സച്ചിൻ ടെണ്ടുൽക്കറോ ടെസ്റ്റിന് പോവാൻ? അല്ല അത് എല്ലാരും ചിരിച്ചു. ഈ കടല് മൊത്തം ഉപ്പാണല്ലോ. നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് നാരങ്ങ കൂടെ പിടിങ്ങരുത്. ഇതും കൂടെ കഴിയും. എന്തിനാ കഴിക്കാൻ എനിക്ക് തിരി എടുത്ത് തരുന്നത്? നാളെ രാത്രി കടലിൽ പോകുമ്പോ കത്തിക്കാനുള്ള മണ്ണെണ്ണയാണ് ഇയാളെടുത്ത് കുടിക്കുക. ചേട്ടൻ ഏതാ? ഞാൻ ഉക്രൈൻ ഗവർണർ ജിതിൻ ബാബ. അല്ല, ചേട്ടൻ എന്തിനാ കടലിലോട്ട് വന്ന്? പറഞ്ഞുതരാം. ഞാൻ എന്നും കടലിന്റെ നടുക്ക് പോയിട്ട് ചെമ്പല്ലീനെയും വരാലിനെയും കുളിപ്പിച്ച് കിടത്തി പെറ്റിക്കോട്ട് ഇട്ട് കരിയും തെച്ച് അവരെ അംഗനവാടിയിലോട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് കരയിലോട്ടും പോകും. ശരിക്കും ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. പേരുണ്ടോ? നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? എനിക്കൊരു അച്ഛനുണ്ട്. അച്ഛൻ കുടിൽ വ്യവസായത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ട് ബാങ്കിൽ അപേക്ഷിച്ച പിടിച്ച് ജയിലിലിട്ട്. എന്തൊരു രാജക്കാരാണോ നിങ്ങള്? ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടിൽ വ്യവസായത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തതിന് പിടിച്ച് ജയിലിലാണ് വരണ്ടേ? ആട്ടെ, എന്തായിരുന്നു വ്യവസായം? ബോംബ് നിർമ്മാണം. അതൊക്കെ കിട്ടില്ല സാധനങ്ങള്. ഞാൻ ഇടയ്ക്കിടെ കാണാൻ ചിരിക്കല്ല, അതുകൊണ്ട് പെട്ടെന്ന് ചിരിയായിരുന്നില്ല. നെക്സ്റ്റ് ആണ്. ഇതെന്താ ഇത്? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണോ? എടാ അത് അങ്ങനത്തെ എടാ ഞാൻ അവർ രണ്ടുപേരും നല്ല ഇതുപോലത്തെ ഫണ്ണി വീഡിയോസ് ചെയ്യണം. ഞാൻ രണ്ടുപേരും അത് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്. അവര് കളിയാക്കാൻ പറയാം. ഇവരുടെ കുറെ ഉണ്ട്. നീ നമ്മുടെ ജായിയുടെ അജിൻ ജായി അല്ലേ? എന്തിക്കോട്ട് ഭാര്യ പ്രഗ്നന്റ്? സാറേ, എന്നെ ഓർമ്മ ഉണ്ടാ? ഞാൻ എന്റെ അച്ഛനാ നിന്നെ ഞാൻ ഓർത്തിരിക്കാൻ. എത്രാമത്തെ? മൂന്നാമത്തെ. എന്നെ കിടത്തി ഉറക്കാൻ സമ്മതിക്കില്ല.
ഇതെന്തോന്ന് പൊക്കിക്കൊണ്ടുവരുന്ന? ഇവിടെ ഇരുന്ന പാത്രം സാറേ, എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട്. നിനക്ക് സംബന്ധം കിട്ടിയേ? ഡോക്ടറെ എനിക്ക് വലത്തോട്ട് കിടക്കുമ്പോ വേദന. എന്നാ ഇടത്തോട്ട് കിടന്നാ പോരെ? ഇടത്തോട്ട് കിടക്കുമ്പോഴും വേദനയുണ്ട്. എന്നാ നേരെ കിടന്നാ പോരെ? നേരെ കിടക്കുമ്പോഴും വേദന. എന്നാ കിടക്കാതിരി. ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്റെ മണ്ടേ കയറി കിടക്കാൻ. ഇതെന്റെ അവസാന പ്രസവമാക്കി തരണം. അപ്പൊ മോളെ ചെയ്യണ്ടേന്ന് വെച്ചാ ആദ്യമേ ഒരു വക്കീലിനെ കണ്ട് ഇവനോട്ട് ഡിവോഴ്സ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കളയുക ഇവന്റെ സുക്രിമണികൾ. അവസാനം കൊണ്ട് കളഞ്ഞു. Activando papu poderes. Chua. Spider papu. എപ്പോഴും മറ്റേ മാളെന്തോ പോയപ്പോ ആൾക്കാരെന്താ കേറിട്ടാ, അപ്പൊ ഒരു കൊറേ വയറുണ്ട് അതൊക്കെ അങ്ങ് അകത്തോട്ട് കയറി പോയി. ചുമ്മാ എല്ലാം കണക്കാ അവിടെ കോളവയറന്മാര്. നെക്സ്റ്റ് ഒരു 3 വർഷം മുമ്പുള്ള ടോമിന്റെ ഫോട്ടോ കാണാണല്ലോ. മണ്ട് ഇത്രക്ക് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ജിമ്മായിരുന്നു. പണ്ടൊക്കെ ജിമ്മായിരുന്നു. അതിനേക്കാളും മുമ്പുള്ള ചെക്കനാണ്. അല്ല ബ്രോഡാരല്ല ഞാൻ പറഞ്ഞ. ബ്രോ ജിമ്മിൽ പോകണം എന്തിനാ? അവിടെയുള്ള പെമ്പിള്ളേരെ നോക്കാനായിട്ട്. എന്താ അശ്ലീലി പറയണ? ഞാൻ ജന്മത്തിന് പോയിട്ടില്ല. എന്റെ നാച്ചുറൽ ബോഡി ഫിറ്റാ. പണ്ട് കറിയാച്ചൻ വന്ന് ബുള്ളറ്റിന്റെ പുറകെ കയറ്റിക്കൊണ്ട് പോകുമ്പോ മുറുക്ക പിടിക്കാൻ പറയും. എവിടെ പോണെന്നറി കാര്യം പറയുമ്പോഴ അവന്റെ ഒരു എവിടെ എന്താ ചിരിക്കാനുള്ളത്? ബ്രോ ചിരിച്ച്. ഞാൻ ചിരിച്ചില്ല. നെക്സ്റ്റ് ദുഷ്ടന്മാരെ, നീയൊക്കെ എന്നെ അറിയിക്കാതെ മീൻ പിടിക്കാൻ പോവുകയാണല്ലേ? ആരാ പറഞ്ഞേ? പിന്നെ എന്തിനാ ഈ കോരുവലയൊക്കെ എടുത്ത് പുറത്തിട്ടേക്കുന്നത്? അയ്യോ ഇതെന്റെ അണ്ടർവെയറാ. ഇതിനെ അണ്ടർവെയർ എന്നാണോ പറയുന്നത്? മാന്യതയുടെ മുഖംമൂടിയത്. ചുറ്റുവട്ടത്തൊക്കെ പെമ്പിള്ളാരുള്ളതാ. നീ ഒരു കാര്യം ചെയ്യ്, ഇതുപോലൊരു സഞ്ചി തച്ചിട്. അരിഞ്ചാക്ക് പാകാവണില്ല, പിന്നെയാണ് സഞ്ചി. ഇവന്റെ അവസ്ഥക്ക് ഏതായാലും ഇത് തന്നെ ധാരാളം. ഇവിടെ മുക്കുപണ്ട് ആരെങ്കിലും ലോക്കറി സൂക്ഷിക്കുമോ? ഇയാള് ചിരിച്ച്. ചിരിച്ചടേ, അത് സംഭവിക്കുന്നത്. ഇയാൾക്ക് എന്ത് കാണിച്ചു കൊടുത്താലും ഇയാൾ ചിരിക്കും. വാക്കറില്ലാതെ ഇപ്പൊ ഇവിടെ എഴുതേണ്ട ആവശ്യം വരില്ലായിരുന്നു. മനസ്സിലായില്ല. അത് മെൻ വിൽ ബി മെൻ. അത് മെൻ എന്ന് മനസ്സിലാവുള്ളൂ. വന്നല്ലേ? എനിക്കൊന്നുമില്ല. ഇയാളല്ലേ നോക്കിയിട്ടില്ല. പറയാമേ, വടക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്? വടക്കേ പരിപ്പോടെയാണെങ്കിൽ പരിപ്പ് വേവിക്കണം, ഉഴുന്നുവടയാണെങ്കിൽ ഉഴുന്നാട്ടണം. പക്ഷെ ഇരുന്നാട്ടണം, അതാണ് ഒരു ബുദ്ധി. ഇവിടെ ഞാനൊരു ആനപ്പട ഇടാം. അവിടെ ആനയ്ക്കോടാനുള്ള സ്ഥലമില്ലല്ലോ. ശരി, എന്നാ ഞാനിവിടെ ഒരു കുതിരപ്പട ഇടാം. അവിടെ കുതിരയ്ക്കോടാനുള്ള സ്ഥലമില്ല ബാഹു. എന്നാ ഞാനിവിടെ ഒരു അമ്പ് വിടുന്ന മെഷീൻ ഇടാം. അമ്പ് വിടുന്ന മെഷീൻ ഇവിടെ ഇടാന്നാണോ നീ പറയുന്നത്? പിന്നെ എനിക്കിവിടെ പാനിപ്പൂരി കട ഇടാൻ പറ്റുമോ? ചോദിക്കുന്നതിനൊക്കെ തർക്കുത്തരം പറഞ്ഞ അവസാനം യുദ്ധം എങ്ങാനും തോറ്റ അവര് കുന്തം കൊണ്ട് നിങ്ങളുടെ തലയുടെ 4 ഭാഗത്തും തുളയിടും. എന്നിട്ട് അതാ നടുവിൽ റെഡ് കോയിൻ ഉണ്ടല്ലോ, അവര് ക്യാരം ബോർഡ് കളിക്കുമായിരിക്കും. അല്ല മെതേ പടം ഇതാ ഇവിടെ വരുന്നത്. മിച്ചർ തിന്നും ഇവിടെ വീഴിക്കരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഉറുമ്പ് പടയായിട്ട് വന്നത്. അല്ല ബാഹു, മഹിഷ്മതിയുടെ ബ്ലൂ പ്രിന്റ് വന്നിട്ടുണ്ട്, നിനക്കത് വേണ്ടേ? അമ്മയായിട്ട് ചോദിക്കുമ്പോ എങ്ങനെ വേണ്ടെന്ന് പറയാം. ശരിയാണോ? മോളെ, ഞാനൊരു മീറ്റിംഗിലാ, പിന്നെ വിളിക്കാം. യുദ്ധത്തിന്റെ തിരക്കാണ്. ശരി. ആരാ? എനിക്കറിയാവുന്ന കുട്ടിയാ, ദേവസേന. പരിചയമില്ലേ? പരിചയമില്ല, പതിയെ പരിചയപ്പെടാൻ. അമ്മോ, കാല് പോയിടേ. ഡാർക്ക് കോമഡി ആയിരുന്നു അത്. മറ്റേതല്ലേ, മറ്റേ ന്യൂട്ടല്ല. നെക്സ്റ്റ് ഇട്ടോ. മനസ്സിലായില്ലേ? ഇല്ല. എടാ ഇങ്ങനെ കാണിക്കില്ലേ? ഇയാൾക്ക് എന്തിനാ അത് ഫീൽ ആവണേ? എനിക്ക് ആവശ്യം ഇഷ്ടല്ല. ഓ അതിന്
എനിക്കതില്ല, എനിക്ക് ഈ കാര്യത്തിൽ അതില്ല. മനബലം ഇല്ല, മറ്റേ ബലം ഇല്ല. നോക്ക് എന്ത് ക്രൂരനാണ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാൻ ചില്ലായിട്ടിരിക്കുന്നു. എന്ത് മനസ്സാണ് പറ്റി കഴിയുമ്പോ ബ്രോ ആലോചിച്ചു തുടങ്ങും. സോ ഗൈസ്, അപ്പോ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആരായിരിക്കും ജയിച്ചിരിക്കുക? യെസ് ഗൈസ്, വേറെ ആരുമല്ല, ഇറ്റ്സ് വൺ ആൻഡ് ഓൺലി ടോമിനേറ്റർ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പോയിന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജക്ടമൈന് 15 പോയിന്റ് ആൻഡ് എനിക്ക് 8 പോയിന്റ്. ദ വിന്നർ ഡോമിനേറ്റർ എക്സിന് 18 പോയിന്റ് ഉണ്ട് ഗൈസ്. 18 പോയിന്റ് ആയിട്ട് ഡോമിനേറ്റർ എക്സ് ആണെന്ന് ജയിച്ചിരിക്കുന്നത്. ഭയങ്കര മനസ്സിന്റെ ഒരു ബലാണത്. മനസ്സിന്റെ ബലത്തിന്റെ അല്ല, അത് മനക്കെട്ടിയാണോ? അത് മനക്കെട്ടിയാണ് ഈ ചിരിക്കാത്തത്. മറ്റേത് ഞാൻ സമ്മതിക്കാം മനക്കെട്ടിയാണെന്ന്. അപ്പൊ മനക്കെട്ടില്ല, അത് നിനക്ക് നീ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അടക്കി പിടിച്ചേക്കണ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ബ്രോയോ? ഞാൻ എല്ലാത്തിന്റെ ഇടയില് എല്ലാ ഗണത്തിലുള്ള പോലെ ഞാൻ ന്യൂട്രലായിട്ട് പോണ ആളാ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള ഹൈവെക്സ് ടീഷർട്ട് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കമന്റ് ബോക്സിലും ആൻഡ് നമ്മുടെ DM-ലും എല്ലാം അറിയിക്കുക. ആൻഡ് നിങ്ങൾ അതിന്റെ വീഡിയോസ് കാര്യങ്ങൾ കൊളാബറേഷൻ ഇടുവാണെങ്കിൽ നമ്മൾ നല്ല വീഡിയോസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ പേജിൽ 2 ദിവസം മുമ്പ് നമ്മൾ ഗിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു 4 ടീഷർട്ട്. ഇതുപോലെ സർപ്രൈസ് ആയിട്ടുള്ള ചില ഗിവുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം നടന്നത്. സോ ഗൈസ്, അപ്പോൾ ഹൈവെക്സിന്റെ പേജ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഇഷ്ടംപോലെ ഗിവേഴ്സും കാര്യങ്ങളും ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.